വോട്ടെണ്ണലിന്റെ രാത്രി പകലിനിപ്പുറവും മഹാതോൽവിയുടെ ആഘാതത്തിലാണ് LDF. ദയനീയ തോൽവി ഇഴകീറി പരിശോധിക്കാനാണ് CPIMന്റെ തീരുമാനം. ഭരണവിരുദ്ധ വികാരമാണ് മൂലകാരണമെന്ന് പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടെങ്കിലും മുതിർന്ന നേതാക്കൾക്ക് ഇപ്പോഴും കളം തിരിയാത്ത മട്ടാണുള്ളത്. CPIM വിട്ടവർ വിജയിച്ചത് പ്രധാനപ്പെട്ട കാര്യമായി കരുതേണ്ടതില്ല എന്നായിരുന്നു പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ A. വിജയരാഘവന്റെ പ്രതികരണം. ധർമ്മടത്ത് പിണറായി വിജയൻ ആദ്യ റൗണ്ടുകളിൽ പിന്നിൽ പോയത് പരിശോധിക്കേണ്ടതില്ലെന്നും വിജയരാഘവൻ നയം വ്യക്തമാക്കി. ആ പ്രതികരണത്തിലേക്ക്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സൂക്ഷ്മ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനങ്ങളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും പരിശോധിക്കേണ്ടി വരിക. കേരള രാഷ്ട്രീയത്തിൻ്റെ വർഗപരമായ ഉള്ളടക്കത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കുന്ന ഒരു ജനവിധിയാണ്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് രൂപപ്പെട്ടു വന്നില്ല. CPM പോലൊരു പാർട്ടിയിൽ നിന്ന് ആളുകൾ പുറത്തുപോയി പിന്നെ UDF കൈകോർത്ത് മത്സരിക്കുന്നു, ചിലർ ജയിക്കുന്നു. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിലാണ് ജയിച്ചിട്ടുള്ളത്. അത് നമ്മൾ ചുരുക്കി കാണണ്ട. എന്നാലും കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് വോട്ട് ചെയ്ത ജനങ്ങൾ വിഡ്ഢികളെന്നായിരുന്നു മുതിർന്ന CPM നേതാവ് MM മണിയുടെ പ്രതികരണം. കോൺഗ്രസുകാർ നാടാകെ നാറ്റിക്കുമെന്ന് കടന്നു പറഞ്ഞ് തോൽവിയിലും പ്രതിരോധം തീർത്തു മുതിർന്ന നേതാവ്. നമ്മുടെ അഭിപ്രായ രൂപീകരണം നടത്തി എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കും. ഏതായാലും ഞങ്ങൾ തോറ്റു എന്നുള്ളത് ശരി തന്നെ. അതിപ്പം ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വോട്ട് കുറഞ്ഞു പോയി, ഞങ്ങൾ തോറ്റു. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെ അടിസ്ഥാനപ്പെടുത്തുന്നത് ഞങ്ങളുടെ കരുതണ്ട. അത് അതൊക്കെ ഞങ്ങൾ വെറും പുല്ല് പോലെ കണക്കാക്കി ഞങ്ങൾ മുണ്ടും മടക്കി കുത്തി ഇനി ഇറങ്ങി പ്രവർത്തനം സംഘടിപ്പിക്കും. ഇതിനെല്ലാം ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ വിഡ്ഢികളാണ്. കാരണം എന്നാ, തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പെട്ടിക്കകത്താകുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയ ഒരു പാർട്ടിയെപ്പറ്റി എന്നാ പറയാനാ? ഇനി അവന്മാർ ഉണ്ടാക്കാൻ പോകുന്നതാണ്. എനിക്ക് കരുതില്ല. നാറാൻ പോവുക നാട് മുഴുവൻ. എന്നാൽ തോൽവിക്ക് പിന്നാലെ ആത്മവിമർശനാത്മകമായി പ്രതികരിച്ച P. ജയരാജൻ യാഥാർത്ഥ്യബോധം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിൽ കുറിച്ചിട്ടു. കമ്മ്യൂണിസ്റ്റുകാർ പാർലമെന്ററി വ്യവസ്ഥയിലെത്തുമ്പോൾ കടന്നുവരുന്ന ജീർണതകൾ തിരുത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ FB പോസ്റ്റ്. ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങളുമായി ചേർന്നത്. ചന്തു, കോട്ടകൾ പോലും ഇളക്കിയ പിണറായി വിരുദ്ധത, ഭരണവിരുദ്ധ വികാരം, ഉൾപ്പാട്ടി ജനാധിപത്യം ഇല്ലായ്മയിലെ പ്രതിഷേധമല്ലേ ഈ ബാലറ്റിലൂടെ ഉണ്ടായത്? അതല്ലേ CPIM പ്രാഥമികമായും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം? പക്ഷേ ഈ മുതിർന്ന നേതാക്കൾക്കൊന്നും അത്തരം വിശകലനങ്ങളോ അത്തരം ബോധ്യങ്ങളോ ഇല്ല എന്ന് അവരുടെ പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. അത് ഇടകീറി പരിശോധിക്കാനാണല്ലോ ഇനിയുള്ള യോഗങ്ങളൊക്കെ ചേരേണ്ടത്. പക്ഷേ മുതിർന്ന നേതാക്കളുടെ പ്രതികരണം അത്തരം ഒരു സാധ്യത പോലും അടക്കുന്ന സാഹചര്യമാണോ നിലവിൽ CPIMൽ ഉള്ളത്? ഷംലി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൃത്യമായി പരിശോധിക്കേണ്ടത്. അക്കാര്യങ്ങൾ CPIM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോഴുള്ള പ്രതികരണങ്ങളിലേക്കല്ല, അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ആഴത്തിൽ എന്തുകൊണ്ടാണ് പരാജയം എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് കൃത്യമായി പറയേണ്ടി വരും. അതിൽ ഏറ്റവും ആദ്യം വിരൽ ചൂണ്ടുന്നത്, ഈ കാര്യം പരിശോധിക്കണമെന്ന് വിരൽ ചൂണ്ടുന്നത് മുതിർന്ന നേതാവ് P. ജയരാജൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം കുറിച്ചതുപോലെ എന്തായാലും ഈ തോൽവിയെ കുറിച്ച് പരിശോധിക്കണം. ഒരു പാർലമെന്ററി സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ജീർണതകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. ആ ജീർണതകൾ പരിശോധിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരം ജീർണതകൾ ചർച്ച ചെയ്ത് തിരുത്തിയാൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ചുള്ള വിശ്വാസ്യതയ്ക്ക്, അങ്ങനെ തിരുത്താതെ വന്നാൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ചുള്ള വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കണ്ണൂരിലടക്കം വലിയ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെയും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. പ്രധാനമായും ഇവർ രണ്ടുപേർക്കുമെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ടതുണ്ട്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. മാത്രമല്ല, MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ഇട്ട സാമൂഹ്യ മാധ്യമ പേജിന് താഴെ വലിയ തരത്തിലുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ താത്വികമായ അവലോകനങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല എന്ന തരത്തിലാണ് ഈ വിമർശനങ്ങളെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരുത്തലിൻ്റെ കാലമാണ്. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ കൃത്യമായി തന്നെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടി കോട്ടകളിൽ നിന്ന് വരെ വോട്ട് ചോർന്നു പോയതെന്ന കാര്യത്തെക്കുറിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, PB യോഗങ്ങൾ 9, 10 തീയതികളിൽ ചേരുന്നുണ്ട്. അതിൽ സൂക്ഷ്മമായി തന്നെയുള്ള പരിശോധന ഉണ്ടാകും. 22, 23 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം പരിശോധനകളുടെ കാലമാണ്. ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ അവർ പരിശോധിക്കുകയും ചെയ്യും. ചന്തു വിവരങ്ങൾ നൽകിയത്.